നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കാം വേഗത്തിൽ. സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനത്തിൽ ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വ്യാജ വാർത്തകൾക്ക് പിന്നിൽ സർക്കാർ വാർഷികത്തിന്റെ ശോഭ കെടുത്തുവാനുള്ള രാഷ്ട്രീയ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിയെ കണ്ട പരാതി നൽകിയെന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് മന്ത്രി എം വി രാജേഷ്. LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഭൂരിഭാഗവും സർക്കാർ നടപ്പാക്കിയെന്ന് പിണറായി വിജയൻ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം നൽകുന്ന കേന്ദ്രം കേരളത്തിന് ഒന്നും നൽകുന്നില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വേടനെതിരെ വീണ്ടും സംഘപരിവാർ. വേടന് നേരെ KP ശശികലയുടെ അസഭ്യവർഷം. വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുമ്പിൽ അപമാനിക്കപ്പെടുന്നത് സമാജമെന്ന് KP ശശികല. വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നവനെന്നും ആക്ഷേപം. വേടനെതിരെയുള്ള KP ശശികലയുടെ അധിക്ഷേപത്തിൽ പോലീസിൽ പരാതി നൽകി DYFI. ഭർത്തൃവീട്ടുകാർ ദുഃഖിക്കാനാണ് മകൾ കല്യാണിയെ കൊന്നതെന്ന് അമ്മ സന്ധ്യയുടെ മൊഴി. കുഞ്ഞിനെ ഭർത്തൃവീട്ടുകാർ ലാളിക്കുന്നത് ഇഷ്ടമായിരുന്നില്ലെന്ന് സന്ധ്യ. സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി പോലീസ്. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്ന സ്നേഹപീഡന സംഘടനയ്ക്കെതിരെ ജാതി അധിക്ഷേപം. ആലപ്പുഴ അമ്പലപ്പുഴയിലാണ് പാവങ്ങളെ സഹായിക്കുന്നതിന് തുനിഞ്ഞിറങ്ങിയ ചെറുപ്പക്കാരന്റെ ജാതി പറഞ്ഞ് ഒരു വിഭാഗം സഹായം തടസ്സപ്പെടുത്തിയത്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് അന്വേഷണം മഹാരാഷ്ട്രയിലേക്കും. ഇടനിലക്കാർ കൈമാറിയ ബാങ്ക് അക്കൗണ്ട് മുംബൈ താനെയിലെ സ്വകാര്യ കമ്പനിയുടേതെന്ന് വിജിലൻസ് കണ്ടെത്തൽ. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ BJPയിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻ ലാലിന്റെ നേതൃത്വത്തിൽ വിവിധ ഘടകങ്ങളിലെ നേതാക്കളാണ് BJPയിൽ അംഗത്വമെടുത്തത്. പേരൂർക്കട വ്യാജ മോഷണ കേസിൽ പോലീസുകാർക്കെതിരെ വീണ്ടും നടപടി. പേരൂർക്കട സ്റ്റേഷനിലെ ASI പ്രസന്നകുമാറിനെ സസ്പെൻഡ് ചെയ്തു. പ്രസന്നകുമാർ അമിത അധികാര പ്രയോഗം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനായി JDU MP സഞ്ജയ് കുമാർ ധാം നേതൃത്വം നൽകുന്ന ആദ്യ സർവകക്ഷി പ്രതിനിധി സംഘം ജപ്പാനിലേക്ക് പുറപ്പെട്ടു. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതായിരിക്കും സന്ദർശനമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണക്കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കുറ്റക്കാരൻ നേടി. 142 കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. വഖഫ് ഹർജിയിൽ കക്ഷി ചേരാൻ കേരളം സുപ്രീം കോടതിയിൽ അപേക്ഷ ഫയൽ ചെയ്യും. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പരിഗണിക്കവെയാണ് സർക്കാർ നീക്കം. ഗസയിലെ ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ വിവിധ രാജ്യങ്ങൾ. യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കൊല്ലം നെടുമ്പന വില്ലേജ് ഓഫീസർ സന്തോഷിനെ CPIMന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. വില്ലേജ് ഓഫീസർക്കെതിരെ കൈക്കൂലി ആരോപണം ഉയർന്നതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ 82 സ്ഥാപനങ്ങൾ പൂട്ടിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി സംസ്ഥാന വ്യാപകമായി 1648 പരിശോധനകളാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയത്. സംസ്ഥാനത്തെ കർഷകർക്ക് നടപ്പ് സീസണിലെ നെല്ലിന്റെ സംഭരണ വിലയായി 100 കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാർ. ഉടൻ വിതരണം പുനരാരംഭിക്കുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ.
തൃത്താലയിൽ 62-കാരൻ ഭാര്യയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. തൃത്താല അരീക്കാട് സ്വദേശി മുരളീധരനാണ് ഭാര്യ ഉഷാനന്ദിനിയെ കൊലപ്പെടുത്തിയത്. കൊലപാതക വിവരം മുരളീധരൻ തന്നെയാണ് ബന്ധുക്കളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചത്. മുൻ ദേവികുളം താലൂക്ക് പട്ടികജാതി വികസന ഓഫീസർ ക്രിസ്റ്റഫർ രാജിന് 12 വർഷം കഠിന തടവ്. ഇടുക്കി കീഴാന്തൂർ വില്ലേജിലെ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയതിനാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ശിക്ഷ. സംസ്ഥാനത്ത് 9 വർഷത്തിനു ശേഷം വീണ്ടും നദികളിൽ നിന്ന് മണൽ വാരൽ പുനരാരംഭിക്കുന്നു. ILDM സമർപ്പിച്ച SOPക്ക് റവന്യൂ വകുപ്പ് അംഗീകാരം നൽകി. സാൻഡ് ഓഡിറ്റിംഗിൽ 11 ജില്ലകളിലായി ഒഴുകുന്ന 17 നദികളിൽ നിന്നാണ് മണൽ വാരുവാൻ ശുപാർശ നൽകിയത്. പൂച്ചാക്കൽ ഗേൾസ് ഹോമിൽ നിന്നും ചാടിപ്പോയ 2 പെൺകുട്ടികളിൽ ഒരാളെ കണ്ടെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഹരിപ്പാട് നിന്നാണ് കാണാതായ പെൺകുട്ടികളിൽ ഒരാളെ കണ്ടെത്തിയത്. വിഴിഞ്ഞം തുറമുഖത്ത് ജോലി ഒഴിവെന്ന് OLX ആപ്പിലും സാമൂഹിക മാധ്യമങ്ങളിലും പരസ്യം നൽകി തൊഴിൽ തട്ടിപ്പിന് ശ്രമം. തുറമുഖ കമ്പനി അധികൃതർ പരാതി നൽകിയതോടെ പരസ്യം അപ്രത്യക്ഷമാകുകയും പരസ്യത്തിൽ നൽകിയ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു. ദേശീയപാത പുനർനിർമ്മാണത്തിന് സൂക്ഷിച്ച 200 കിലോയോളം കമ്പി മോഷ്ടിച്ച 4 ഡൽഹി സ്വദേശികൾ പിടിയിൽ. ചേർത്തല നഗരത്തിലെ ഹൈവേ പാലം നിർമ്മാണത്തിനിറക്കിയ കമ്പിയാണ് മോഷ്ടിച്ചത്. നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. കേസിന്റെ അന്തിമവാദം മുൻപേ പൂർത്തിയായിരുന്നു. പ്രതിഭാഗം കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു. സിവിൽ സർവീസ് പരീക്ഷ പാസ്സാക്കാൻ വ്യാജരേഖ നിർമ്മിച്ചുവെന്ന ആരോപണം. IAS മുൻ പ്രൊബേഷണറി ഓഫീസർ പൂജ ഖേത്കർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശം. ബംഗളൂരുവിലെ റെയിൽവേ ട്രാക്കിന് സമീപം സൂട്ട്കേസിനുള്ളിലാക്കി ഉപേക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തി. ഏകദേശം 18 വയസ്സ് പ്രായം തോന്നുന്ന പെൺകുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വഖഫ് ഇസ്ലാം മതത്തിന്റെ അനിവാര്യത അല്ലെന്നും വഖഫ് മൗലിക അവകാശമല്ലെന്നും കേന്ദ്ര സർക്കാർ. വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ വാദം നടക്കുന്നതിനിടയിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാസേന. നാരായൺപൂരിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടൽ 26 മാവോയിസ്റ്റുകളെ വധിച്ചുവെന്ന് ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ സ്ഥിരീകരിച്ചു. പൂർണ്ണമാവുകയാണ്.